ആര് കൈയൊടിഞ്ഞാലും പടച്ചതമ്പുരാ കൈയൊടിയൂല. അവന് നമ്മളോട് സ്നേഹമാണ്, അവന് നമ്മളോട് താല്പര്യമാണ്. ഒരിക്കൽ ചോദിച്ചാൽ തോന്നുന്ന സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് രണ്ടാമത് നമ്മൾ ചോദിക്കും തോറും നമ്മളോട് സ്നേഹം കൂടുകയാ. അതുകൊണ്ട് പാതിരാത്രിയെ ഫലപ്രദമാക്കിയിട്ട് അല്ലാഹുവോട് തേടിക്കോ, പടച്ച റബ്ബേ എനിക്ക് നീ ഭക്ഷണം തരണേ അല്ലാ. അല്ലാതെ തള്ളപ്പക്ഷി അമ്പയായ ചിറകൊടിഞ്ഞു പോയ പക്ഷിയെ പോലെ വീടിന്റെ അകത്തളങ്ങളിലെ കിടന്നിട്ട് അല്ലാഹു തരുമെന്ന് ചിന്തിക്കലല്ല. അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് ചോദിക്കണം പ്രിയപ്പെട്ടവര്. എന്നിട്ട് അധ്വാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. ഇഅ്തികാഫിരിക്കാനും മസ്ജിദ് നബവിയിൽ വരുന്ന ആരോഗ്യമുള്ള ആളുകളെ ഖത്താബിന്റെ ഹന്തമയുടെ പ്രിയപ്പെട്ട മകന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാട്ടവാർ കൊണ്ട് ഓടിക്കുമായിരുന്നു. പോടാ പോയി പണിയെടുക്കടാ, പള്ളിക്കകത്ത് കയറി ഇഅ്തികാഫിരിക്കാൻ നീ വന്നോ, ചെന്ന് പണിയെടുത്തിട്ട് കുടുംബത്തെ പോറ്റടാ എന്ന് പറയൂ. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമുക്ക് വഴികൾ തുറന്നു തരുന്നതാ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, ഇന്നത്തെ രാത്രി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമതാ. ഒന്ന് പാപം പൊറുക്കലിനെ ചോദിക്കണം, ഇസ്തിഗ്ഫാർ. രണ്ടാമത് അല്ലാഹുവിനോട് ഭക്ഷണം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇനി മൂന്നാമത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഈ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. പടച്ചതമ്പുരാൻ ആകാശത്തിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അലാ മുബ്തലാ ഫഉആഫി അലാ മുബ്തലൻ ഫഉആഫി. ആരാണ് പരീക്ഷിക്കപ്പെടുന്നത്? ആർക്കാണ് പരീക്ഷണമുള്ളത്? ആ പരീക്ഷണം നേരിട്ടവരെന്നോട് ചോദിക്കൂ, ഞാൻ പരീക്ഷണങ്ങൾ മാറ്റിത്തരാ. ഞാനും നിങ്ങളും നിരവധി പരീക്ഷണങ്ങളുടെ നടുവിലല്ലേ. ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങനെയാ പോകുന്നത്? നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങനെയാ പോകുന്നത്? സമുദായത്തിന്റെ പോക്ക് എങ്ങനെയാ പോകുന്നത്? ഇതെല്ലാം കാണുമ്പോൾ പരീക്ഷണത്തിന്റെ മേലെ പരീക്ഷണവുമായിട്ട് നമ്മൾ വല്ലാതെ നെരുവിരി കൊള്ളുമ്പോ, നീറുന്ന നൂറ് സങ്കീർണമായ പ്രശ്നങ്ങളുടെ മധ്യേ സങ്കടക്കടലിൽ മുങ്ങിത്താരുമ്പോ അവസാനം റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മയ്യത്ത് ഖബറിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ, പത്താങ്കല്ലിന്റെ ഖബർസ്ഥാനിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ ഒരാൾ പറയുമത്രേ, യാ ലൈതനി മകാന സാഹിബി ഹാദൽ ഖബരി. പടച്ചോനെ, ഈ മരിച്ചു കിടക്കുന്ന ആളിനെ പോലെ ഞാനായിരുന്നെങ്കിൽ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ലൈസ ബിഹിദ്ദീ, ദീന് നഷ്ടപ്പെട്ടതിന്റെ പേരിലൊന്നുമല്ല. ദീന് വല്ലാതെ എലി കറണ്ടെന്ന് തിന്നുന്നത് പോലെ, എലി കാർന്ന് തിന്നുന്നത് പോലെ ദീൻ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദീന് നശിച്ച് എവിടെ എത്തിയെന്ന് നമുക്കറിയുമല്ലോ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ദീനിന്റെ പേരില്, ആ പരിശുദ്ധമായ ദീനിന്റെ സ്വത്വബോധത്തെ ഐഡന്റിറ്റിയപ്പോൾ ഇസ്ലാമിന്റെ പ്രവർത്തകരിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്തതുണ്ടാകുമ്പോ, പരിശുദ്ധ ദീനതാ വല്ലാതെ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ, അതിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് മരിക്കാൻ കൊതിക്കുന്നതല്ല. നബിതങ്ങൾ അടിവരയിട്ട് പറയുന്നു, ലൈസ ബിഹിദ്ദീ, ഇവന് മരിക്കാൻ കൊതിച്ചത് ഒരിക്കലും പരീക്ഷണങ്ങളുടെ പേരിലല്ല, മരിക്കാൻ കൊതിച്ചത് ദീനിന്റെ പേരിലല്ല. പക്ഷേ ഇല്ലൽ ബലാ, അവൻ നേരിടുന്ന പരീക്ഷണങ്ങളുടെ പേരിലാ. NRC വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നമ്മൾ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇതൊന്നും വരാതെ എത്രയോ ആളുകളും മരിച്ചുപോയി, അവര് രക്ഷപ്പെട്ടു എന്ന്. അത് തന്നെയാണ് റസൂല് പറഞ്ഞത്. അസമിൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം വിവാഹ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുകയാ. അതുപോലെ തന്നെ അവിടെ ഏകീകൃത സിവിൽ കോഡ് വരാൻ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം ബാക്കിയാണ്. ഇതെല്ലാം ടെസ്റ്റ് ഡോസ് നടന്നുകൊണ്ടിരിക്കുകയാ. ഓരോ സ്റ്റേറ്റുകളിലെ ഏകീകൃത സിവിൽ കോഡിന്റെ ടെസ്റ്റ് ഡോസ് അടിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു റിഹേഴ്സൽ അടിച്ചുകൊണ്ടിരിക്കുകയാ. പ്രതികരണം നഷ്ടപ്പെട്ടു പോയ, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ, ചോദിക്കാനും പറയാനും കുടുംബത്തിൽ പറന്ന ഒറ്റ ഒരുത്തരും ഇല്ലാത്തതിന്റെ വേദന അനുഭവിക്കുന്ന ഇന്ത്യൻ മുസ്ലിം പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിമീങ്ങള് ഇന്ന് നേതാക്കന്മാർക്ക് കുറവില്ല. നേതാക്കന്മാർ കൊട്ടക്കണക്കിന് നേതാക്കന്മാരുണ്ട്, നേതാക്കന്മാർ ഡസൻ കണക്കിന് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ആ നേതാക്കന്മാരെ എടുത്തു പറഞ്ഞിട്ട് ആ നേതാവ് പറയുന്നതിന്റെ പിന്നിൽ
ഞങ്ങൾ അണിനിരക്കുമെന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വാചകങ്ങൾ പകർന്നു തരാൻ, ആശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് തരാൻ, സാന്ത്വനത്തിന്റെ വാക്കുകൾ നമുക്ക് സന്ദേശമായി പകർന്നു തരാൻ ആരിൽ നിന്ന് കിട്ടാത്തൊരു കാലത്തില് പ്രിയപ്പെട്ടവരെ ഗതികേട് കൊണ്ട് പലരും എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ അനാഥ പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ നടന്നു പോകുമ്പോ നമ്മൾ വിശ്വസിക്കുന്നവരല്ല, നമ്മളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പണത്തിന്റെയും പത്രാസിന്റെയും പദവിയുടെയും പ്രസിദ്ധിയുടെയും പ്രശസ്തിയുടെയും പേരിൽ അവരെ എല്ലാവരെയും തള്ളിക്കളയുമ്പോ സഹോദരാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ രാത്രി പരീക്ഷണത്തിന്റെ രാത്രിയാണ്. ആ പരീക്ഷണം നേരിടുന്ന സമയത്ത് അല്ലാഹുവിനോട് തേടണം, എന്റെ പരീക്ഷണം മാറ്റിത്താ തമ്പുരാനെ എന്ന്. ഇന്നെല്ലാവർക്കും അറിയേണ്ടത് റജബ് മാസത്തിന്റെ 27ന്റെ നോമ്പുണ്ടോ, അത് ഉണ്ടോ എന്നാണ്. ബറാത്തിന്റെ നോമ്പുണ്ടോ എന്നാണ് അറിയേണ്ടത്. റമളാന്റെ തറാവീന്റെ എത്ര റക്അത്താണെന്നാ ചോദിക്കേണ്ടത്. കൈ എവിടെ കിട്ടണോ, കൈപ്പടലി കിട്ടണോ, വിരളനക്കണോ, കയ്യനക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇതെല്ലാം ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനെല്ലാം അതിർവരമ്പുകൾ വെച്ചിട്ട് സമുദായത്തിന്റെ നേതാക്കന്മാര് സമുദായത്തിന്റെ മതിൽക്കത്തിന്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. അല്ലാതെ ആരുടെയെങ്കിലും മുമ്പിൽ ഈ സമുദായത്തെ നാണക്കേടുണ്ടാക്കിയിട്ട് പുറം ലോകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അറിയുമോ, ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിത്വം വരിച്ചല്ലോ. ഏത് ഹുസൈനാ? പത്താങ്കലിലെ ഹുസൈന്റെ കഥയല്ല, നെടുമങ്ങാട്ടത്തെ ഹുസൈന്റെ കഥയല്ല, തിരുവനന്തപുരത്തെ ഹുസൈന്റെ കഥയല്ല, ഏതെങ്കിലും പള്ളി ഇമാമായ ഹുസൈന്റെ കഥയല്ല. ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ വികാരമേ നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിലെ കൃഷ്ണമണിയെ, കരളിന്റെ തുടിപ്പേ, ഹൃദയത്തിന്റെ തുടിപ്പേ, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ. ഏതെമ്പോക്കികൾ ഏതെല്ലാം വാക്പ്രയോഗങ്ങളിൽ റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചാൽ വാപ്പയെക്കാൾ ഉമ്മയെക്കാളും മക്കളെക്കാൾ സ്വത്തുക്കളെക്കാൾ സർവസ്വത്തെക്കാൾ പ്രണയിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമത്ത് സഹറ, അവരുടെ പൊന്നുമോൻ അലിയുടെയും ഫാത്തിമയുടെയും പൊന്നുമോൻ ഹുസൈൻ തങ്ങള്. ആ ഹുസൈൻ തങ്ങളെ കർബലയിൽ വെച്ചല്ലേ കൊന്നുകളഞ്ഞത്. കൊന്ന രീതികൾ പറയാൻ എന്റെ നാവശക്തമാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വെച്ച് ഹുസൈൻ തങ്ങളെ കൊന്നതിന്റെ ആ രൂപം പറയാൻ എന്റെ നാവുകളുടെ ശക്തമാണ്. തോളത്ത് കയറിയിരുന്ന ആന കളിച്ചത് ആരുടെ തോളത്താണ്? ഹബീബിന്റെ തോളത്തല്ലേ. അള്ളാനെ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ തോളത്തല്ലേ കയറിയിരുന്ന ആന കളിച്ചത്. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് വെച്ച് ക്രൂരമായിട്ട് വെട്ടി കൊല്ലുമ്പോൾ ശരീരം മുഴുവനും പീസാക്കിയിട്ട് ഇറച്ചി പീസാക്കും പോലെ പീസാക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു അനുചരൻ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന ഉമർ തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാ, കൊതുകിന്റെ രക്തം താഹിറാണോ നജസാണോ എന്ന്. ആ സമയത്ത് എന്താ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാ എന്ന സഹാബി പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ രക്തം യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഉണങ്ങാതെ തളം കെട്ടി കിടക്കുമ്പോൾ കൊതുകിന്റെ രക്തത്തിന്റെ നജസിനെ പറ്റി നിനക്കറിയണോടോ എന്ന് ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്തിറക്കി വിട്ടത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് ഈ കാലഘട്ടം ഏതാണ്? മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാലത്തില്, മുസ്ലിം ഉമ്മത്തിന്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന കാലത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിട്ട് സംവാദം നടത്തിയിട്ട് തർക്കിക്കാനുള്ള സമയമല്ല. അത് അങ്ങനെ വേണമെന്ന് പറയുന്നവർ അവരുടെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരും പടച്ചോനും തമ്മിലായിക്കോട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോ ആ പരീക്ഷണങ്ങളുടെ പേരിൽ ഇന്നലകളിൽ പത്താങ്കലിലും മരിച്ചുപോയവരുടെ മയ്യത്ത് അടക്കപ്പെട്ട ഖബർ കാണുമ്പോൾ പടച്ചോനെ ഞാനും ഇതുപോലെ ഖബറിലായെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യരുടെയും പരീക്ഷണം അവരുടെ മേൽ പാരമ്യതയിലെത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അലാ മുബ്തലാ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയില് ആരാണ് എന്നോട് പരീക്ഷിക്കപ്പെടുന്നവന് ചോദിക്കുന്നത്, എന്റെ പരീക്ഷണങ്ങൾ മാറ്റിത്താ അല്ലാഹ് ഫഉആഫീഹി, ഞാൻ അവന്റെ പരീക്ഷണങ്ങൾ മാറ്റിക്കൊടുക്കാം, ഞാൻ അവന്റെ പരീക്ഷണങ്ങൾ മാറ്റിക്കൊടുക്കാം. അല്ലാഹ് തയ്യാറാണ് സഹോദരങ്ങളെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുമ്പോ
കർബലയിലെത്തിയപ്പോഴ് ഹുസൈൻ തങ്ങൾ ചോദിച്ചു, ഇതേതാ നാട്? ഇതേതാ നാട്? ഏത് നാട്ടിലാ നമ്മൾ എത്തിയത് എന്ന് ചോദിച്ചപ്പോ കർബല ആണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുസൈൻ തങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതെ, കർബുൻ വബലാ. കർബുൻ വബലാ. കർബ് എന്ന് പറഞ്ഞാൽ മനപ്രയാസം, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഇത് പരീക്ഷണങ്ങളുടെയും മനപ്രയാസത്തിന്റെയും നാടാണ്. അതാണ് കർബല. കർബുൻ ബല കർബല. ഒരു പേരുകൾ എങ്ങനെയാണ്? പണ്ടങ്ങോ കല്ലുകൾ വഴിനാട്ടികളായും ചുമടെടുത്ത് വരുന്നവർക്ക് ചുമടിറക്കി വെക്കാൻ പറ്റുന്ന കല്ലുകളുടെ എണ്ണം പനവൂര് നിന്ന് വെള്ളാഞ്ചിറ കഴിഞ്ഞ് പിന്നെ ചുള്ളാളം കഴിഞ്ഞ് പോകുമ്പോഴാണ് 5-ാം കല്ല്. 6-ാം കല്ല് എവിടാ? 6-ാം കല്ലുണ്ടോ? എവിടെയാ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അങ്ങോട്ടാ. തല തിരിഞ്ഞു പോയത് എന്റെ കുറ്റമല്ല. ഓരോ കല്ലുകളുടെ കണക്കാണ്. നമ്മുടെ ഇവിടെ 10ാമത്തെ കല്ലാണ്. അതാണ് 10-ാം കല്ല്. അതാണ് 10-ാം കല്ല്. ഓരോ നാടുകൾക്ക് അങ്ങനെ പേരിന് ചില അർത്ഥങ്ങളുണ്ട്. ഗസ ഇപ്പൊ റഫയാണ്. ഗസ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗസ. ഗസ എവിടെയാ? ഫലസ്തീൻ. ഒരു സഹാബി നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നബിയെ, യുദ്ധം ചെയ്യുന്ന ഒരാളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുദ്ധം ചെയ്യുന്ന ഒരാളെ പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ്? ഗസ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. ഫലസ്തീന്റെ ആ സ്ഥലത്തിന്റെ പേരെന്താ? ഗസ. എന്താ അതിന്റെ അർത്ഥം? യുദ്ധം ചെയ്യുക. ഇന്നലകളിൽ സാമ്രാജ്യത്വ ശക്തികളോട് യുദ്ധം ചെയ്തു. ഇന്ന് സയനിസ്റ്റ് വെള്ളക്കാരായ ഭീകരന്മാരോട് ജോ ബൈഡന്റെയും ബെന്യാമിൻ നെതന്യാഹുവിന്റെയും അവരോടൊക്കെ യുദ്ധം ചെയ്യുന്നു. മയ്യത്തുകളോട് പോലും മോശമായ സമീപനം നടത്തുന്നു. പിന്നെ നമുക്കൊരു സ്വഭാവമുള്ളത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സീസൺ കൂടാ. നമുക്ക് സീസൺ കൂടാ. ഇടയ്ക്ക് മഴതനിയുടെ പേരിൽ ഒരു സമരം നടത്തിയപ്പോ വിചാരിച്ച് മിക്കവാറും ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കിയും കൊണ്ട് വരുമെന്ന് വിചാരിച്ചു. അതങ്ങ് തടുത്ത് കുഴഞ്ഞു. ഫലസ്തീൻ നരഹത്യ നടന്നപ്പോ എന്തൊരു ബഹളമായിരുന്നു. മയ്യത്തുമായിട്ട് വൈക്കോലില് പൊതിഞ്ഞ മയ്യത്തുമായിട്ട് ചുറ്റിക്കറങ്ങിയതിന് തൈലം തേച്ച് എത്രയോ ആളുകളുടെ കൈ കഴച്ച് അത് പൊട്ടി. അപ്പൊ എല്ലാരും കരുതി ഇതോടുകൂടി ബെന്യാമിൻ നെതന്യാഹു വെച്ച് കെട്ടുമെന്ന് കരുതി. നമ്മുടെ കൈ കഴച്ചു. വൈക്കോലിൽ പൊതിഞ്ഞ മയ്യത്തുകളെ വലിച്ച് നമ്മൾ വയലിലേക്ക് എറിഞ്ഞു. അവിടെ ഇപ്പോഴും അടിക്കൊരു കുറവുമില്ല. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. സീസൺ കൂറാ. ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെയ്യണമെന്ന് തോന്നും, ചെയ്യും, പിന്നെ അങ്ങ് കളയും. ഇത് അവർക്കറിയാം നന്നായിട്ട്. ഇതെല്ലാവർക്കും അറിയാം. അള്ളാഹു നമുക്ക് അതാണ് സ്ഥിരത ഇല്ല എന്നുള്ള യക്കീനില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇസ്തിഖാമത്ത് ഉണ്ടാണ് ഏതൊരു കാര്യത്തിലും. ഏത് കാര്യത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകണം. ഒന്നുകിൽ ചെയ്യരുതില്ലെങ്കിൽ ചെയ്യണം, അന്ത്യം വരെ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ തള്ളവിരലിന്റെ നഖ എന്നാ വെട്ടല് സുന്നത്ത്, അതൊക്കെ വേണം. ഞാൻ അതിനൊന്നും സുന്നത്തിനെ നിഷേധിക്കുന്നു എന്ന് പറയരുത്. എനിക്കറിയാം, ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങനെ നോക്കിയാ വീട്ടിൽ ഇരിക്കലേ നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ പ്രസംഗിക്കാൻ തന്നെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. ഒരുത്തന്റെയും കാശ് കൊണ്ടല്ല ജീവിക്കുന്നത്. ഒരുത്തനും അങ്ങോട്ടും കൊടുക്കുന്നില്ല, ഇങ്ങോട്ടും തരുന്നില്ല, അങ്ങോട്ടും ഉപദ്രവിക്കാനും പോകുന്നില്ല, ഇങ്ങോട്ടും ആരും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു. സാർത്ഥകവാഹ സംഘം മുന്നോട്ട്, കുരയ്ക്കുന്ന നായ്ക്കൾ കുരച്ചോട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നത്തെ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്നതിൽ പരീക്ഷണം നേരിടാത്ത ആരാ ഉള്ളത്? പറയ്. ഈ സ്ത്രീകളിൽ ഞങ്ങൾക്ക് ഒരു പരീക്ഷണം അള്ളാന്റെ തൗഫീഖ് കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പരീക്ഷണമാണ്. എന്തോ മാനസിക പ്രശ്നമുണ്ട്, അത് തന്നെ ഒരു പരീക്ഷണമാണ്. ആരുമില്ല സഹോദരൻ. കാണുമ്പോ നമ്മൾ നോക്കുമ്പോ ടിപ് ടോപ്പാണ്, വെള്ളം എന്ത് കുറവാ ഉസ്താദ് നോക്കി. നിങ്ങൾക്ക് വിഷമമില്ലേ? ഉണ്ട്. തടിക്ക് കുറവുണ്ടോ? ഡ്രസ്സിന് കുറവുണ്ടോ? സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഒന്നുമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെള്ളം ഇട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ നിൽക്കും? കാണുമ്പോ എല്ലാവർക്കും നല്ല സന്തോഷമാണ്, മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ശരിയാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നീറുന്ന നൂറ് നുറുങ്ങുകൾ ഹൃദയത്തെ വല്ലാതെ നുറുക്കുന്നുണ്ടെന്നുള്ള ചിന്ത, അത് അനുഭവിക്കുന്നവന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. പണ്ട്
ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. എനിക്ക് എന്തെങ്കിലും ചികിത്സ തരാതെ എനിക്ക് രക്ഷപ്പെടില്ല, മാനസിക രോഗമാണ്, വിഷാദ രോഗമാണ്, എന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ സമയത്ത് ഇയാള് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ എന്റെ തൊട്ടു പുറകിലെ ക്ലിനിക്കിലേക്ക് തൊട്ടു പുറകിലെ ഒരു തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു സിനിമ കാണിക്കല ഞാൻ ചെയ്യുന്ന ചികിത്സ. ആരുടെ സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ചിരിക്കാൻ വകയുണ്ട്, മിസ്റ്റർ ബീന്റെ മറ്റൊരാളാണ്. അപ്പൊ ചിരിക്കാൻ ഒത്തിരിയുണ്ട്, നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവിടെ പോയി ആ സിനിമ കണ്ടിട്ട് വാ, ചിരിച്ചോണ്ട് വരും. അയാള് പറഞ്ഞു, ഇല്ല എന്റെ അസുഖം അതുകൊണ്ടൊന്നും മാറൂല, നിങ്ങൾ ചികിത്സിച്ചാലേ മാറുള്ളൂ, നിങ്ങൾ എനിക്ക് മെഡിസിൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മാനസിക രോഗമാണ്, സങ്കടമാണ്, വിഷാദമാണ്, സഹിക്കാൻ പറ്റുന്നില്ല, വ്രണത ഹൃദയനാണ്, വ്യതിത ഹൃദയനാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു സിനിമ കണ്ടിട്ട് വായോ. അയാള് പറഞ്ഞു, ഇല്ല എനിക്കത് മാറൂല. ഡോക്ടർ ചോദിച്ചു, ഇത്ര നിർബന്ധം എന്താ നിങ്ങൾക്ക് ആ സിനിമ ഉണ്ടാ മാറൂലെന്ന്? ചാർലി ചാപ്ലിന്റെ സിനിമയല്ലേ, പിന്നെ ഹാസ്യ കഥാപാത്രമല്ലേ, അതുകൊണ്ട് പോയിട്ട് വാ. അപ്പടി രോഗി പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് മാനസിക പ്രശ്നം, എനിക്കാണ് സങ്കടം. കൊല്ലം സുധി എന്ന് പറയുന്ന ഹാസ്യ കഥാപാത്രം മരിക്കുന്നത് വരെ എല്ലാരെയും ചിരിപ്പിച്ചു. മരിച്ചതിന് ശേഷമാണ് എല്ലാരും കരയുന്നത്. എന്താണ്? അയാൾക്ക് വിവാഹത്തിലെ പ്രശ്നം, വീടില്ല, പട്ടിണിയാണ്, പരിവട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ പിന്നെയാണ് വരുന്നത്. സഹോദരങ്ങളെ, വിഷമങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരം അവിടെ ഏതോ ഒരു മലയുടെ മുകളില് ദാടിയൊക്കെ നീട്ടി വളർത്തി കഞ്ചാവും വലിച്ചൊരു ഷെയ്ഖ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുണി അഴിച്ചിട്ട് നമ്മൾ ഓടും. എന്തിനു വേണ്ടി? ആ ഷെയ്ഖിന്റെ കൈ പിടിച്ചിട്ട് മുത്താനും, കഴുകാത്ത അവന്റെ കൈ പിടിച്ച് മുത്താനും, അവന്റെ വായിൽ നിന്ന് വീഴുന്നത് വാങ്ങി കുടിച്ച് മറക്കത്തെടുക്കാനും ഓടും. ഞാൻ നല്ല സയ്യിദുമാരെ കുറ്റം പറയുന്നതല്ല, നല്ല മഹാന്മാർ എവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകൽ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. ഞാൻ എവിടെ മരണപ്പെട്ട മഹാന്മാരെ കബറ കണ്ടാലും ഞാൻ ഇറങ്ങും ഫാത്തിയോത്. കാരണം എനിക്ക് ജീവിച്ചിരിക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വാസവും ഇല്ല, സ്നേഹവും ഇല്ല. മരിച്ചവരോട് എനിക്ക് ഭയങ്കര ബഹുമാനം, കാരണം ഒരു ശല്യവും ചെയ്യൂല, ഒരു ശല്യം ചെയ്യില്ല അവര്. ജീവിച്ചിരിക്കുന്ന ഒറ്റ ഒരുത്തന് എനിക്ക് വിശ്വാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ എതിരാണെന്ന് നിങ്ങൾ കരുതി പോകരുത്. 916 സുന്നി തന്നെയാണ്. ഞാൻ 1000 വട്ടം പറയുന്നു, സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഏതെങ്കിലും ജിന്നുമ്മയെ സമീപിക്കലല്ല പെങ്ങളെ ചെയ്യേണ്ടത്. സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ 1-ാം ആകാശത്തേക്ക് പടച്ചതമ്പുരാന്റെ സാന്നിധ്യം കൂടുതലുണ്ടായിട്ട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മുടെ മുന്നിലിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണ്ടേ? അള്ളാഹു നമ്മുടെ പരീക്ഷണങ്ങൾ മാറ്റിത്തരും, ഒരു സംശയവും വേണ്ട. ഈ അങ്ങോട്ട് ചോദിച്ച് ഉടനെ മാറ്റിയെന്നും പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അള്ളാഹ്ക്കറിയാം എപ്പോഴും മാറ്റണമെന്ന്, അള്ളാഹ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവരെ നമ്മളാരും പഠിപ്പിക്കണ്ട. പണ്ടൊരുത്ത് നടന്നു പോകുന്ന വഴിയിൽ വള്ളി പടർന്നു കിടക്കുന്ന വള്ളിപ്പടർപ്പില് വലിയ തണ്ണിമത്തൻ കിടക്കുന്ന കണ്ടിട്ട് ആശ്ചര്യം കൊണ്ടു. ചെറിയ വള്ളി, വലിയ തണ്ണിമത്തൻ. ഇയാള് നടന്ന് നേരെ പോയി, വലിയ ക്ഷീണം വന്നു. വലിയൊരു മരമാണ്, നല്ല ഉയരമുള്ള മരം, അക്രോട്ടണ്ടി മരം എന്നാണ് അതിന്റെ പേര്. ആ മരം ഭയങ്കരമായ പൊക്കമാണ്. അതിന്റെ കായ ഒരു ചെറിയ കായ, അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് ക്ഷീണിതനായ അദ്ദേഹം കാറ്റുകൊണ്ട് കിടന്നിട്ട് അയാൾ ചിന്തിച്ചു, വലിയ മരത്തില് ചെറിയ കായും ചെറിയ വള്ളിയില് വലിയ തണ്ണിമത്തനും, ദൈവത്തിന് വട്ടുണ്ടോ? ഏതൊരു യുക്തിവാദിയായിരിക്കും, എക്സ് മുസ്ലിമിനെ പോലുള്ള നിരീശ്വരവാദിയായിരിക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ കാറ്റടിച്ചു വീശി ഒരു ചെറിയ കായ ഇളകി അവന്റെ നേരെ ഉച്ചിയിൽ ഒന്ന് വീണു. അപ്പോഴാണ് അവൻ എഴുന്നേറ്റിരുന്ന് ചിന്തിച്ചത്, പടച്ചോനെ സമ്മതിക്കണം, എത്ര യുക്തിയുക്തമായി ചെയ്ത കാര്യമാണ്. ഈ തണ്ണിമത്തനെ പോലുള്ള വലിയ കായങ്ങൾ ഇതിന്റെ മുകളിലായിരുന്നെങ്കിൽ തലയുണ്ടാവൂല ഉടലിന്റെ മുകളില്. അപ്പൊ അള്ള ചെയ്തത് തന്നെയാ ശരി. അള്ളാഹ്ക്കറിയാം എന്ത് വേണോന്ന്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ കിട്ടണമെന്നില്ല, അള്ള തരേണ്ട സമയത്ത് അങ്ങ് തന്നോളും. നിങ്ങളുടെ ഡ്യൂട്ടി ചോദിക്കുക, അള്ളാന്റെ ഡ്യൂട്ടി തരിക, അല്ലാതെ വേറെ ഒന്നും നമ്മൾ അവിടെ നോക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് തന്നോ നോക്കുകയും വേണ്ട. അള്ളാഹ്ക്ക് സമയമുള്ളപ്പോ തന്നോളും, അവന് ഇഷ്ടമുള്ളപ്പോ തന്നോളും. അതാണ് റബ്ബ്. എന്നിട്ട് വീണ്ടും അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു ചോദിക്കുന്നു, ആരാ പൊറുക്കലിനെ ചോദിക്കുന്നത് ഞാൻ പൊറുത്തു തരാ, ആരാ ഭക്ഷണം തേടുന്നത് ഞാൻ ഭക്ഷണം തരാ, ആരാ പരീക്ഷണങ്ങൾ മാറാൻ തേടുന്നത് ഞാൻ മാറ്റിത്തരാ. തീരുന്നില്ല. അലാ കഥാ അലാ കഥാ അലാ കഥാ. ഈ അലാ കഥാ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതുപോലെ ആരൊക്കെ എന്ത് ചോദിക്കും അതൊക്കെ കൊടുക്കൂ. ചോദിക്കണ്ടേ? പരീക്ഷ നടക്കുകയല്ലേ മക്കൾക്ക്, എക്സാമിന്റെ ടൈമല്ലേ? പടച്ചവനോട് ചോദിക്കണം, റബ്ബേ എന്റെ പൊന്നുമോന് പരീക്ഷയ്ക്ക് പോവുകയാണ് തമ്പുരാനെ, എന്റെ പൊന്നുമോള് പഠിക്കാൻ നല്ല മിടിക്കുക, പക്ഷേ ടെൻഷനാണ്, പഠിച്ചത് എഴുതാൻ ചോദിക്കുമോ? ചോദിച്ചാൽ തന്നെ
തന്നെ എഴുതാൻ ടൈം കിട്ടുമോ? കിട്ടിയാൽ തന്നെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ? ആ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുമോ? കിട്ടിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടി നല്ല നിലയില് ബിരുദത്തിന്റെ മേല് ബിരുദമെടുക്കാൻ, ബിരുദാനന്തര ബിരുദമെടുക്കാൻ എന്റെ മോൾക്ക് കഴിയോ എന്ന ചിന്തയിൽ സങ്കടപ്പെടുന്നവരെ ഇന്നത്തെ രാത്രി ഫലപ്രദമാക്കണേ. അലാ കഥ ഇങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ടതൊക്കെ റബ്ബിനോട് ചോദിച്ചോ. പത്താങ്കല്ലുകാരായ കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് 50 സെന്റ് ഭൂമി അല്ലേ, 40 സെന്റ് ഭൂമി വാങ്ങണം, 40 സെന്റ് ഭൂമി വാങ്ങണം. ഇനിയും ദിവസങ്ങളേറെയുണ്ട് പ്രസംഗത്തിന്. ഇന്നത്തെ രാത്രി ഈ ആലാക്കഥയിൽപ്പെട്ടതാണ് നിങ്ങളെ 40 സെന്റ് ഭൂമി. പടച്ചോനെ 40 സെന്റ് ഭൂമി കൂടി പള്ളിക്ക് ഞങ്ങൾ വാങ്ങിച്ചേർക്കാൻ നിൽക്കുകയാണ്. നീ അത് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അപ്പൊ നിങ്ങൾ പോയിട്ട് ദ്വാരക്കരുത്, പടച്ചോനെ 40 സെന്റ് ഭൂമി കൊടുക്കേണ്ടി വരല്ലേ തമ്പുരാനെ എന്ന് നിങ്ങൾ ദ്വാരക്കരുത്. എന്നാ പിന്നെ കുഴയും എന്ന് പറഞ്ഞാൽ കുഴയും. ഖബർ വെട്ടുന്നവർക്ക് ദ്വാരക്കാൻ, ജോലിക്ക് ബറക്കത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ നമ്മൾ എന്ത് പറഞ്ഞ് ദ്വാരക്കും? അവിടെ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യത്തിനല്ലേ. മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ച എന്റെ പള്ളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് കേറണം, ഒരു യാസീൻ ഓതണം, ദുആ ഇറക്കണം, ഒന്ന് ബറക്കത്ത് തുടങ്ങി. ഞാൻ വെച്ച് ഞാൻ എന്ത് ദുആ ഇറക്കും? ഈ കടയ്ക്ക് അഭിവൃദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞാൽ സകല ആളുകൾക്ക് രോഗം വരൂലേ? മെഡിക്കൽ സ്റ്റോറുകൾ അവർക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ രോഗികൾ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ചെറിയ താളത്തിൽ നിന്നാലേ കാര്യങ്ങൾ നടക്കൂ, അല്ലാതെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്ങനെ ഒരു ഭാഗ്യമാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ പറയുന്നു ഉസ്താദെ, കൂടുതൽ പിരിവൊന്നും വേണ്ട. ഇനി അങ്ങോട്ട് ഉസ്താദുമാർ ഒത്തിരി ഉണ്ടല്ലോ. മാഹി മന്നാനി മുതൽ പെരിങ്ങാട് ഉസ്താദ് വരെയുള്ള നീണ്ട് നിവർന്നു കിടക്കുന്ന ഒരു കൂട്ടം ഉസ്താദുമാര്. അൽഹംദുലില്ലാ, ഈ ഉസ്താദുമാരിൽ 40 സെന്റ് 40 പേരെ അങ്ങോട്ട് ഏൽപ്പിക്കണം, ഓരോ സെന്റ് വെച്ച്. അതിനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ട് പത്താങ്കല്ലില്. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു കെട്ടിടം മനോഹരമായ നമ്മുടെ ഏത് കാര്യം ചോദിച്ചാലും മിമ്പർ അടക്കം മാറ്റാത്ത ഇമാമിനെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം മാറ്റി. ആയുഷ്കാല ഇമാമാണ്. അൻവർ മന്നാനി വന്നിട്ടാണ് നല്ല മാറ്റമൊക്കെ ഉണ്ടായത്. മറ്റേ ഉസ്താദന്മാരെല്ലാം മോശക്കാരും ഒന്നിനും കൊള്ളാത്തവരെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളാരും ചിന്തിക്കണ്ട. പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഫാൻസ് അസോസിയേഷൻ ഉള്ളതാ, ചെരിപ്പൂരി എറിയും ചിലപ്പോ. ഞാൻ എവിടെ ചെന്നിട്ട് ഈ ഓൺലൈൻ പ്രഭാത പ്രാർത്ഥന ചരുവത്തിൽ ഊതക്കം, കോയമ്പത്തൂരിൽ നിന്നുകൊണ്ട് പറയും, പത്താങ്കല്ലരും ചരുവെടുത്തോ ഊതിക്കോ ബിസ്മില്ലാ, ഇവിടെ നിന്ന് ഊതക്കാണ്. ഭർത്താവ് ചോറ് ചോദിച്ചാൽ കൊടുക്കൂല, ഇവിടെ ഊതലോട് ഊതല്. പ്രഭാത പ്രാർത്ഥന, ഉച്ച പ്രാർത്ഥന, സായാഹ്ന ദുആ, വൈകുന്നേരത്തെ തസ്ബീഹ്, മസാ, സബാഹ്, സവാല് ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, സീരിയൽ മാറി, സിനിമ മാറി, ഗാനമേള മാറി, ഒക്കെ മാറി, നല്ലത് തന്നെ. കൂട്ടത്തിൽ കെട്ടിയവന് ആഹാരം കൊടുക്കാനുള്ള ഒരു സന്മനസ്സൂടെ കാണിച്ചാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ തലമുറ ചെയ്ത് നാളത്തെ തലമുറ ഇനി ഇതിനൊക്കെ തയ്യാറാവോ? ചിലപ്പോ അടക്കൊന്നും വേണ്ട, എന്തിനാ അടക്കുന്നത്? ഒരു തീപ്പെട്ടി തീരാനുള്ള കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മരത്തിന്റെ കൊണ്ടം വെട്ടിയിട്ട്, മരത്തിന്റെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് വെട്ടിയിട്ട് ഒരു തീപ്പെട്ടി വെച്ച് അങ്ങോട്ട് വെച്ചാൽ കത്തിപ്പോവാനുള്ളത്. കുടിയിൽ വെച്ചാലും ദ്രവിക്കണം, കത്തിപ്പോയാലും കത്തി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന കാലം വന്നുകൂടാന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കമ്മിറ്റി ചെയ്ത് തീർത്താൽ അൽഹംദുലില്ലാ, നിങ്ങൾ നിൽക്കുക മുന്നിൽ, ഇമാമ നേതൃത്വം നൽകും. ഇൻഷാ അല്ലാഹ് ഈ സമൂഹം നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾ വാങ്ങിയിടിൻ. നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഓരോരുത്തരെയും അതിനകത്തേക്ക് കൊണ്ടുവച്ച് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാലും അള്ളാഹു തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാ. അപ്പൊ ചോദിക്കൂ, ഉസ്താദെ ഉറക്കം ഒഴിയാൻ എന്നെ കിട്ടൂല, ഞാൻ സുബഹിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റാ മതിയോ എന്ന് ചോദിക്കും. പറ്റൂല. കാരണം ഇതെല്ലാം നടക്കുന്നത് ഏതുവരെ എന്നറിയോ? ഇതെല്ലാം നടക്കുന്നത് ഏതുവരെയാണ്? അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് വന്ന് പാപം പുറത്തു കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പരീക്ഷണം മാറ്റി കൊടുക്കുന്നതും പരീക്ഷകളിൽ വിജയിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നതും വസ്തു വാങ്ങാനുള്ള ഭാഗ്യം കൊടുക്കുന്നതും വഴി തുറന്നു കൊടുക്കുന്നതും ഏതേത് പ്രശ്നങ്ങൾ റബ്ബിനോട് ചോദിച്ചാലും അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏതുവരെയാണ്? അള്ളാഹുവിന്റെ എന്താ കറാമത്തുണ്ടാ ചാക്കിന്? എന്താ അനങ്ങുന്ന? എന്താ കോഴിയാ? ശരി, നീ ബറാത്തിന്റെ രാവല്ലേ, ചിലപ്പോ അത്ഭുതം വല്ല നടന്നാല് ചാടി ഇങ്ങ് കയറൂലല്ല. ഏതുവരെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? റസൂലുള്ള പറയുകയാണ്, ഹത്താ യത്ലുഉൽ ഫജ്റു,
സുബഹി വരെ ഉള്ളൂ, സുബഹി വരെ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊരു എളുപ്പമാർഗം പറയാ. രാത്രിയുടെ 3-ാം യാമമാണ് ഏത് പ്രാർത്ഥനയ്ക്കും നല്ലത്. ഹും യസ്തഗ്ഫിറൂൻ. സഹറിന്റെ സമയത്താണ് ഏറ്റവും നല്ല സമയം. അതാണ് ഏതാണ് സഹറിന്റെ സമയം എന്നറിയോ? ഇടയത്താഴത്തിന്റെ സമയം. എപ്പോഴാണ് നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്നത്? സുബഹിക്ക് തൊട്ടു മുമ്പല്ലേ പ്രിയപ്പെട്ടവരെ? സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് സഹറിന്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഒന്ന് എഴുന്നേൽക്കണേ. അല്ലെങ്കിൽ ചെന്നിട്ടൊരു മണിക്കൂറോ 1.5 മണിക്കൂറോ അള്ളാന്റെ മുന്നിൽ ഇതല്ല ഏറ്റുപറഞ്ഞ് ചോദിച്ചിട്ട് കിട്ടിയെന്ന ഉറപ്പോടെ കിടന്നുറങ്ങുക. എന്തായാലും രാത്രി മുഴുവനും ഉണർന്നിരുന്നിട്ട് നാളത്തെ ജോലി നമ്മളെല്ലാവരും ഫസാദാക്കണമെന്നല്ല. രാത്രിയിൽ കുറഞ്ഞ സമയമെങ്കിലും അള്ളാഹുവിനോട് തേടേണ്ട രാത്രിയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഈ രാത്രിയിൽ എന്താ അള്ളാന്റെ ഹബീബിന്റെ അള്ളാന്റെ റസൂലിന്റെ പ്രവർത്തനം എന്തായിരുന്നെന്നറിയോ? എന്റെയും നിങ്ങളുടെ ഹബീബിന്റെ ശൈലി എന്തായിരുന്നു? ഇനി ആകെ 1/2 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. അതിന്റെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുകയാ. ഇപ്പോഴത് പറഞ്ഞാലേ നിങ്ങളുടെ മനസ്സിലേക്ക് കയറൂ. ഇതെല്ലാം നടക്കുന്നത് സുബഹി വരെയാണ്. ഇതെല്ലാം അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ശരിയാണ്. പക്ഷേ 2 വിഭാഗം ആളുകൾ ദയവ് ചെയ്തവര് ഉണർന്നിരിക്കണമെന്നില്ല. ശ്രദ്ധിച്ചോ, 2 കൂട്ടം ആളുകൾ ഈ രാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പൊറുക്കലിനെ ചോദിച്ചിട്ടോ, ഭക്ഷണം ചോദിച്ചിട്ടോ, പരീക്ഷണം മാറ്റണമെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വേറെ എന്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ആരാ 2 കൂട്ടം ആളുകൾ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി എന്ന അള്ളാന്റെ റസൂലിന്റെ പാറാവുകാരൻ. എവിടെ നബിതങ്ങൾ പോയിരുന്നാലും നബിതങ്ങൾ ഇരിക്കുന്നതിന്റെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് അബൂ മൂസൽ അശ്അരി തങ്ങളാണ്. ഈ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അള്ളാന്റെ റസൂല് പറഞ്ഞു പത്രേ, എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും ഈ രാത്രി. 10-ാം കല്ലില് ഈ കേൾക്കുന്ന അരശുപറമ്പ് അല്ലെ, അരശുപറമ്പ് മുസ്ലിം ജമാഅത്തിന്റെ സർവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷേ 2 കൂട്ടം ആളുകൾക്ക് കിട്ടൂല. ഞാൻ പറയുന്നു, ഞാനോ നിങ്ങളോ ആ 2 വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനമെടുത്തോ. 1-ാമത്തെ കൂട്ടരിൽ നമ്മൾ ആരും പെടില്ലെന്നാണ് എന്റെ വിശ്വാസം. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ട് അത് കഠോരമാണ്. മുശ്രിക്ക്, ബഹുദൈവ വിശ്വാസി. നമ്മൾ ഒരർത്ഥത്തിൽ മുശ്രിക്കീങ്ങളാണ്. ചെറിയ ശിർക്ക്, മൈനർ ശിർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. എന്താ ഈ മൈനർ ശിർക്ക്? അരിയാഉ, ലോകമാന്യത. ആരെങ്കിലും വരുമ്പോ തസ്ബീഹ് ചൊല്ലുക, ആരെങ്കിലും പള്ളിയിൽ ഉണ്ടെങ്കിൽ സുജൂദിന്റെ നീട്ടം കൂട്ടുക, ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടുക, പിന്നെ ഒളു എടുത്താൽ തേക്കുന്നൊക്കെ കണ്ട് ആനെ കുളിപ്പിക്കും പോലെ, ഇല്ലെങ്കിൽ തുറന്നു വിടുക, എങ്ങനെയെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഒരിട്ട പോക്ക. ഈ കോഴി ഒത്തും പോലെ നിസ്കരിക്കുന്ന ആളുകൾ ആരെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയിലുണ്ടെന്നറിഞ്ഞാൽ നിസ്കാരത്തിന്റെ ആ ഖുശൂക്ക് അങ്ങോട്ട് കൂട്ടും. അങ്ങനെ ഈ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി 10-ാം കല്ലിലെ വീട്ടിലെ ഒരു പെങ്ങള് വീട്ടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ തലയിൽ തുണിയിട്ടില്ല. അപ്പോഴാണ് അൻവർ മന്നാനി പിരിവിന് വരികയാണ്. അൻവർ മന്നാനി വരുമ്പോ പെട്ടെന്ന് തലയിലേക്ക് തുണിയെടുത്തിടുന്നു. അൻവർ മന്നാനിയെ കാണുമ്പോ തല മറയ്ക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അൻവർ മന്നാനി വരുമ്പോ തലയിലേക്ക് തുണിയെടുത്തിടുന്ന ആളുകൾ മുശ്രിക്കീങ്ങളാണ്. കാരണം എന്താ? നിങ്ങൾ ഇബാദത്തെടുക്കുന്ന, നിങ്ങളുടെ തലമറയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു ഇബാദത്തിൽ നിങ്ങൾ ഇപ്പൊ അള്ളാനെ മാത്രമല്ല പങ്കുകാരനാക്കിയിട്ട് പള്ളിയിലെ ഇമാമിനെ കൂടെ ചേർത്തു. ശരിയല്ലേ? ആലോചിച്ച് നോക്കി. ആരെങ്കിലും വരുമ്പോ എഴുന്നേപ്പിച്ച് കുത്തിയിളക്കി നിസ്കരിക്കടി എന്ന് പറഞ്ഞു ഭർത്താവ് ഭാര്യയെ, അവള് മുസല്ലയെടുത്ത് വിരിച്ച് കൈ വെക്കിയപ്പോഴേ ഉറങ്ങി അങ്ങ് വീണു. ഭർത്താവ് വരുന്നു എന്ന് കാണുമ്പോ ചാടി സുജൂദങ്ങ് വീഴുകയാൻ. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്? പകുതി അള്ളാഹും പകുതി കെട്ടിയോനും. ഇവളുടെ പേര് മുശ്രിക്കത്ത്. ഖുർആന്റെ വാക്കാണ്. സൂറത്തുൽ കഹ്ഫ് ഏറ്റവും അവസാനത്തെ ആയത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വലിയ മുശ്രിക്കീങ്ങൾ എന്ന് വലിയ ശിർക്ക് ചെയ്യുന്നവർ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ബഹുദൈവ വിശ്വാസികൾ, 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നവർ, നമ്മുടെ സഹോദര സമുദായം ആരാധിക്കുന്നവരാണ്.
അവർക്ക് അവരുടെ ദേവീദേവന്മാർ അവർക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു വിശാല മനസ്സോടുകൂടി. ഇപ്പൊ ചില ആളുകൾക്ക് മതേതരത്വം തുളുമ്പി 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 അങ്ങ് ചാടുക. ഓ, ഭയങ്കര മതേതരത്വം. സമാധാനം പറയേണ്ടി വരും, ഒരുപാട് സമാധാനം പറയേണ്ടി വരും പടച്ചോന്റെ മുമ്പിൽ. മതേതരത്വം എന്ന് പറഞ്ഞാൽ പത്താങ്കല്ല് ടൗണില്, പത്താങ്കല്ല് ജംഗ്ഷനില് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിൽക്കുകയാണ്. നമ്മുടെ ഈ പത്താങ്കലിൽ നിന്ന് വലത്തോട്ടൊരു പുതിയ പാലം കയറുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് ഇടതു ഭാഗത്ത്. ചർച്ച ഉണ്ടോ അവിടെ? ഇല്ല, പോട്ടെ. പനവൂരൊന്ന് കൂട്ടിക്കോ. പനവൂര് മുസ്ലിം പള്ളി, തൊട്ടുപുറത്ത് ചർച്ച്, പനവൂരിന്റെ ഹൃദയഭാഗത്ത് ക്ഷേത്രം. 3 സുഹൃത്തുക്കൾ നിൽക്കാണ്. മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്. പള്ളിയിൽ ബാങ്ക് കേട്ടപ്പോ മുസ്ലിം പറയാണ്, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. പോയിട്ട് വാ, ഞാനൊന്ന് അമ്പലത്തിൽ കയറട്ടെ, ഒന്ന് പൂജിച്ചിട്ട് വരാം. അമ്പലത്തിൽ അയാൾ കയറി. മറ്റേ ആള് പറഞ്ഞു, ഞാനൊന്ന് കുമ്പസരിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാനൊന്ന് പിന്നെ പള്ളിയിൽ കയറിയിട്ട് ഞാനൊന്ന് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. പ്രത്യേക പ്രാർത്ഥനകൾ അവർക്കുള്ളൂ, സൺഡേ സ്കൂൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ. ഈ 3 പേരും 3 ദിശയിലേക്ക് പോവാൻ 10-15 മിനിറ്റ് കഴിഞ്ഞ് 3 പേരും നാൽക്കവലയിൽ ഒരുമിച്ച് കൂടി സന്തോഷം, സൗഹൃദം. ഇതിന്റെ പേരാണ് മതേതരത്വം. അല്ലാതെ അളിയ നീ എന്തായാലും എന്റെ ഇവിടെ പള്ളിയിൽ വാ, അടുത്ത സമയം ഞാനും നിന്റെ കൂടെ അമ്പലത്തിൽ വരാം, നമുക്ക് രണ്ടുപേരും കൂടെ നാളെ ചർച്ചിലും പോവാം. ഇതിന് മതേതരത്വം എന്നല്ല പറയുന്നത്. ഇതിന് മതേതരത്വം എന്നല്ല പറയുന്നത്. ഇങ്ങനെ ആകണമെന്നാ ചിലർ ആഗ്രഹിക്കുന്നത്. അവിടെയും പോണം, അതും തിന്നണം, ഇവിടെയും പോണം, ഇതും തിന്നണം, അവിടെയും പോണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. മുൻഗാമികൾ സന്തോഷത്തോടെ ജീവിച്ചില്ലേ? മുൻഗാമികൾ സന്തോഷത്തോടെ ജീവിച്ചില്ലേ? തട്ടമിട്ട ഉമ്മയുടെ മകനും പൊട്ടുതൊട്ട അമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ജീവിച്ചില്ലേ നമ്മുടെ നാടുകളിൽ? ആ നാടുകളിൽ നിന്ന് വ്യത്യാസമായി മതേതരത്വത്തെ നമ്മൾ ഇങ്ങനെ നെടലിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിൽ ഖുർആനെ മാറ്റിവെച്ചു. ബാങ്ക് പതുക്കെയാക്കടാ, ഖുതുബ ചുരുക്കടാ, ദുആ കളയടാ, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മതേതര സങ്കല്പത്തിലൂടെ നമ്മളിങ്ങനെ ജീവിക്കാൻ ഒരുങ്ങുമ്പോ ഇനി എന്തെല്ലാം തുറന്ന് കീറിയിട്ട് ഹാർട്ട് ഒരു മുഷ്ടിയുടെ വലിപ്പത്തിനുള്ള ഹൃദയമുണ്ടല്ലോ, അതെടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്താലും ചോദിക്കൂടാ, ഒരു ചെമ്പരന്തി പൂവല്ലേടാ, കൊണ്ട് കളയടാ എന്ന് പറയുന്ന കാലമാ. അതുകൊണ്ട് ദീൻ കളഞ്ഞൊന്നും വേണ്ട. സഹോദര സമുദായത്തെ അംഗീകരിക്കാൻ ഹൈന്ദവ ക്ഷേത്രങ്ങളെ, ബുദ്ധവിഹാരങ്ങളെ, അതുപോലെ തന്നെ ജൈനന്മാരുടെ മന്ദിറുകളെ, ഗുരുദ്വാരകളെ, ചർച്ചുകളെ അംഗീകരിക്കാനും അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യാനുമുള്ളൊരു വിശാല മനസ്സ് മുസ്ലിം ഉമ്മത്തിനുണ്ടായാ മതി. ആറ്റാല് പൊങ്കാല നടന്നു. ആരെങ്കിലും പറഞ്ഞോ ഈ ആറ്റാല് പൊങ്കാലയുടെ പേരിൽ അടുപ്പ് കൂട്ടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയില് അനന്തപുരിയില് കളക്ടർ കൊടുക്കുന്ന 3 ഒഴിവുണ്ട്. അറിയോ? പത്താങ്കല്ലുകാർക്ക് അറിയണമെന്നില്ല. 14 വർഷം കൊണ്ട് അനന്തപുരിയുടെ ഓരോ സ്പന്ദനങ്ങളും തൊട്ടറിയുന്ന ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അനന്തപുരിയിൽ ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലക്കല്ല, തലസ്ഥാന നഗരിക്ക് മാത്രം കൊടുക്കുന്ന ഔദ്യോഗികമായ 3 ഒഴിവുകളുണ്ട്. അറിയോ? 1 ആറ്റുകാൽ പൊങ്കാല, 2 വെട്ടുകാട് പള്ളിപ്പെരുന്നാള്, 3 ഭീമാപ്പള്ളി ഉറൂസ്. നമ്മൾ പറയാൻ തുടങ്ങിയത് ഭീമാപ്പള്ളിയല്ല, ഭീമാപ്പള്ളിയല്ലേ, ഭീമാപ്പള്ളിയല്ലേ എന്ന് പറയാൻ തുടങ്ങി. കാരണം എന്താണ്? മാഹീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടുള്ള വെറുപ്പാണ്, ഭീമാ ബീവിയോടുള്ള വെറുപ്പാണ്, കല്ലടി മസ്താനോടുള്ള വെറുപ്പാണ്. ആ വെറുപ്പ് പള്ളിക്കകത്തല്ലേ തീർക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ കയറിയിട്ടത് ഭീമാപ്പള്ളിയല്ല, ഭീമാപ്പള്ളിയാണെന്ന് പറഞ്ഞപ്പോ ഓരോ സ്ഥലത്ത് നിന്ന് പരുന്നു, അത് ഭീമാപ്പള്ളിയല്ല, ഭീമാപ്പള്ളിയാണ് ഞങ്ങൾക്ക് വേണോന്ന്. ഇതാരാടോ വെള്ളം ഒഴിച്ചു കൊടുത്തത്? ആരാടോ വളമിട്ട് കൊടുത്തത്? ആരാടോ വടി കൊടുത്തിട്ട് കുനിഞ്ഞു നിന്നിട്ട് അടിക്കടാന്ന് പറഞ്ഞത്? ഈ സമുദായത്തിന്റെ കുരുത്തം കെട്ട ചെറുപ്പക്കാരാ. മാറണം, മാറിയേ പറ്റൂ. കാരണം സ്വത്വബോധം, ഐഡന്റിറ്റി ഇസ്ലാമിന്റെതാ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഭീമാപ്പള്ളി ഉറൂസിനും വെട്ടുകാട് പള്ളിപ്പെരുന്നാളിനും ആറ്റുകാല് പൊങ്കയ്ക്കും ലീവ് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മഴവിൽ മനോഹാരിത. ഇതിനപ്പുറത്ത് എന്നാ ഞങ്ങൾക്കിനി ഭീമാപ്പള്ളി ഉറൂസിലേക്ക് എല്ലാവർക്കും പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ ആറ്റുകാല് പൊങ്കാല ഇടാം. എന്നിട്ട് നമുക്ക്
നമുക്ക് കൂട്ടത്തോടെ ചെന്നിട്ട് പള്ളിപ്പെരുന്നാളിൽ കൂടാം. ഇതാണോ മതേതരത്വം എന്ന് പറയുന്നത്? ഇത് സ്വന്തം മതത്തെ സ്നേഹിക്കാത്തവൻ ആരാന്റെ മതത്തെ എങ്ങനാടോ ഉൾക്കൊള്ളുന്നത്? 5 നേരം നിസ്കാരമില്ലാത്തവന് എങ്ങനാടോ മറ്റുള്ളവന്റെ ദേവീദേവന്മാരെ ബഹുമാനിക്കുന്നത്? സ്വന്തം പടച്ചോനെ അംഗീകരിക്കാത്തവന് എങ്ങനാണ് മറ്റുള്ളവന്റെ ദൈവത്തെ അംഗീകരിക്കുക? ഏറ്റവും വലിയ മതേതര വിശ്വാസി, ഏറ്റവും വലിയ മതവിശ്വാസിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 5 നേരം പള്ളിയിൽ നിസ്കരിക്കുന്നവന്, റമളാനിൽ നോമ്പ് പിടിക്കുന്നവന്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവന്, കൃത്യമായി ഹജ്ജ് ചെയ്തിട്ടുള്ളവന്, സ്വലാത്ത് മുടക്കാത്തവന്, ദിക്റുകൾ മുടക്കാത്തവൻ കാണിക്കുന്നതാണ് മതേതരത്വം. എന്തുകൊണ്ട്? എന്റെ ദൈവത്തെ ഞാൻ ബഹുമാനിച്ചാലേ ആരാന്റെ ദൈവത്തെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റൂ. ഞാൻ എന്റെ ദൈവം നിക്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാരൊന്നും ഇല്ലടേ എന്ന് പറയുന്ന ഒരുത്തൻ ആരാന്റെ മതത്തിന്റെ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ട് വന്നിട്ട് മതേതരത്വത്തിന്റെ പാത്രത്തിൽ വിളമ്പി കൊടുക്കുന്നവരെയൊക്കെ നിങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കിക്കോ. ചാരന്മാരായിരിക്കും, ചാരന്മാരായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണറെ നീക്കം ചെയ്തു. മദീനയിലെ സ്റ്റേറ്റിന്റെ ഗവർണർ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഗവർണർമാരാണല്ലോ എവിടെയും പ്രശ്നം. അങ്ങനെ ഗവർണർ എടുത്തിട്ട് ദൂരേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്താ കാരണം? റീസൺ എന്താ എന്നെ മാറ്റാൻ കാരണം? ജനങ്ങളുടെ പരാതിയാ. എന്ത് പരാതി? നീ നിന്റെ മോനെ ചുംബിക്കുന്നില്ല, അതാ പരാതി. നമ്മളാണെങ്കിലോ എന്റെ മോനെ ചുംബിക്കുന്നതും സംസ്ഥാനത്തിന്റെ ഭരണവും തമ്മിൽ എന്താ ബന്ധം? ഉമർ തങ്ങൾ പറഞ്ഞു, സ്വന്തം മോനെ ചുംബിക്കാത്തവൻ ആരാന്റെ മക്കളെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യൂല. അപ്പൊ നിങ്ങളിൽ ജനങ്ങൾ വിശ്വസ്തരല്ല, സുരക്ഷിതരല്ല. നിങ്ങൾ നിങ്ങളുടെ മോനെ നന്നായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ ആരാന്റെ മക്കളെ സ്നേഹിക്കും? അപ്പോഴാണ് നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നേതാവാകുന്നത്. അപ്പൊ ഞാൻ 5 നേരം നിസ്കാരം നിർവഹിച്ച് നോമ്പൊക്കെ പിടിച്ച് ദുആയൊക്കെ ചെയ്ത് നല്ല ഭക്തനായ മുത്തഖിയായ ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് പൊതുവെ ആരോട് സ്നേഹം തോന്നും? ഇവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും തോന്നും. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിസ്കാരമൊന്നും ഇല്ല, നോമ്പൊക്കെ പൊട്ടന്മാര് പിടിക്കുന്നതാ എന്ന് പറയുമ്പോ നിങ്ങൾ കരുതുന്ന എന്താ? നിങ്ങൾ കരുതുന്ന എന്താ? സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ കരുതുന്ന എന്താ? യവൻ നമ്മളിൽപ്പെട്ടവൻ തന്നെ അല്ല, അവൻ സ്വന്തം ഐഡന്റിറ്റിയിലുള്ള ദൈവത്തെ പോലും അംഗീകരിക്കാത്തവന്. പേര് അബ്ദുള്ള എന്നായിരിക്കാം, ആരിഫ് എന്നായിരിക്കാം, അതൊന്നും ഒരു ക്വാളിറ്റി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വന്തം ദൈവത്തെ, സ്വന്തം സൃഷ്ടാവിനെ, സ്വന്തം ഖാലിഖിനെ, സ്വന്തം റാസിഖിനെ ഏറ്റവും നല്ല നിലയിൽ അംഗീകരിക്കുന്ന ഒരാൾക്കേ മതേതര വിശ്വാസിയാകാൻ പറ്റൂ. അപ്പൊ മതവിശ്വാസിയായാലേ മതേതര വിശ്വാസിയാകാൻ പറ്റൂ എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഭാഗം മുശ്രിക്കീങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഈ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഒരുപക്ഷെ പത്താങ്കല്ലിൽ ഒരുപാട് പേരുണ്ടാകാ, ഒരുപാട് പേരെന്നെ കേൾക്കുന്നവരിലുണ്ടാകാ. നിങ്ങൾ ഈ രാത്രി ഉറക്കമൊഴിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാ നിങ്ങൾക്കല്ല പുറത്തു തരൂല. ആരാണ് രണ്ടാമത്തെ കൂട്ടരം അറിയോ? ഔ മുശാഹിനോ, നബിതങ്ങൾ പറയുന്നു, പിണങ്ങി കഴിയുന്നവരാ. പിണക്കമുള്ളവരുണ്ടോ പെങ്ങളെ? അമ്മായിയോട് പിണങ്ങിയ മരുമോളെ, നാത്തൂനോട് പിണങ്ങിക്കഴിയുന്ന നാത്തൂനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോട് പിണങ്ങിയിട്ട് നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടുന്നോ? നിങ്ങളെ ഉറക്കം പോയി എന്നതിനെ പുറത്ത് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച തീരുമാനം എടുക്ക്. തലയിലിരിക്കുന്ന കിരീടം നിലത്ത് വീണു പോകുമെന്നൊരു പേടി നമുക്ക് വേണ്ട. മാങ്ങ പിടിക്കാത്ത മാവ് എപ്പോഴും തലയെടുപ്പോടെ നിൽക്കും. ചക്കയില്ലാത്ത പ്ലാവ് എപ്പോഴും മുകളിലോട്ടായിരിക്കുക. ചക്ക കൂടുന്നതനുസരിച്ച് ശിഖരം താഴേക്ക് വരും. മാങ്ങയുടെ ആധിക്യം കാരണം ആ മാവിന്റെ ശിഖരം താഴേക്ക് വരും. വിനയമില്ലാത്തവൻ, അനുസരണ ഇല്ലാത്തവൻ, മോശമായ പ്രവർത്തനമുള്ളവൻ എപ്പോഴും നെഞ്ചു വിരിച്ച് നടക്കും. ആരുടെ മുന്നിലും അവൻ തലകുനിക്കില്ല. എന്തെങ്കിലും ഉള്ളിലുള്ളവൻ വിനയത്തോടുകൂടി നടക്കും. എല്ലാവരോടും സഹന സ്വഭാവം, വിട്ടുവീഴ്ച ചെയ്യും. ഇതൊക്കെ ചെയ്യണം. എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലാണ് മക്കളെടാ, എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലാണ് വിജയിക്കുന്നത് എന്നാരും കരുതരുത്. മുന്നോട്ട് വെക്കുന്ന കാല് മാത്രമാണോ വിജയിക്കുന്നത്? ഒരിക്കൽ വിജയിക്കണമെങ്കിൽ കാല് പിന്നോട്ട് വെക്കണം. അതെപ്പോഴാ? ബുദ്ധി ഉണ്ടോ നോക്കണം. പറ. ഓട്ട മത്സരത്തില് കാല് മുന്നോട്ട് വെക്കും തോറുമല്ലേ നമുക്ക് വിജയം ഉണ്ടാവുക. എന്നാ കാല് പിന്നോട്ട് വെക്കുമ്പോ നമുക്ക് വിജയം വരുന്നത് എപ്പോഴാണ്? അതാരാ പറഞ്ഞ? ശരി, വടംവലി.
വടം വലിക്കുമ്പോ നമ്മൾ കാല് പിന്നോട്ട് വെച്ചാൽ ആ പ്രൈസ് കിട്ടുക. ഞാൻ എപ്പോഴും മുന്നോട്ടേ വെക്കുള്ളൂ, കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ചാൽ ഒരു പ്രൈസ് കൊണ്ടുപോകും. നമ്മൾ എത്രത്തോളം പിന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം വിജയം നമുക്ക് ഉറപ്പാ. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ അങ്ങ് താണു കൊടുക്കണം. നമ്മൾ പിന്നോട്ടൊന്ന് പോണോന്നേ. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വിജയമെന്നാണ് പറയാ. ബക്കറ്റ് എടുത്ത് സമയമായ ഉസ്താദേ, ബക്കറ്റ് ഇളശന്റെ സമയമായെന്നാണ് ചോദിച്ചത്. മറ്റേ സമയം ഇനിയുണ്ട് 10 മിനിറ്റും കൂടെ. ഇവനെ തന്നെ വിട്ടല്ല. എല്ലാരും നല്ല ഒരു സദഖ എല്ലാ സ്ഥലത്തും പോകണം കേട്ടോ. നല്ല പെണ്ണ് കിട്ടുന്നുണ്ട്. അപ്പോ നല്ലൊരു സദഖ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ നിയത്താക്കിയിട്ട് ഒരു നല്ല ഹദിയ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കും. അല്ലാഹുവേ, ഇടുന്നവരുടെ മനസ്സിന്റെ മുറാദ് എന്താണോ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സ്ഥലത്തും ഇമാം ഉസ്താദിനെ ഒന്ന് വായിക്കല്ലേ? താഴെ പോണ വീട്ടിൽ കൊണ്ടുപോകണം. അവിടെ ഉണ്ടല്ലേ. അള്ളാഹു നമ്മുടെ ഈ സദഖ ഖബൂൽ ചെയ്യട്ടെ. നല്ല നമ്മുടെ ഈ പ്രദേശത്ത് എനിക്കിപ്പോ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്. അതെ, 1-ാം തീയതി ഇവിടെ നമുക്ക് കബറടിയിൽ 1-ാം തീയതി ഇൻഷാ അല്ലാഹ് കബറടി ഇവിടെയാണ്. അത് ഇവിടെ ആ കബറടിയിൽ ഇൻഷാ അല്ലാഹ് ഈ വിനീതന്റെ പ്രസംഗം കൊണ്ട് 1-ാം തീയതി ശനിയാഴ്ച അല്ലേ? വരുന്ന ശനിയാഴ്ച 1-ാം തീയതി അങ്ങനെ തന്നെയാണോ? എന്നാലും നോക്കട്ടെ. 1-ാം തീയതി അല്ല, അതെ 1-ാം തീയതി വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അവിടെ പ്രസംഗമുണ്ട്. 1-ാം തീയതി സമീപ പ്രദേശങ്ങളിൽ നല്ല ചലനാത്മകമായൊരു ജമാഅത്താണ് നമ്മുടെ ഈ എന്താണ് അരശുപറമ്പ് ജമാഅത്ത്. ഞാൻ അഭിനന്ദിക്കുക നമ്മുടെ ജമാഅത്തിന്റെ ഭാരവാഹികളെയും. അവരെ ഒരു നിലയ്ക്ക് നിർത്താതെ എണ്ണയിട്ട യന്ത്രം പോലെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമാം അൻവർ മന്നാനിയെ നിർത്താതെ എണ്ണയിട്ട് ഓടുന്ന യന്ത്രം പോലെ കമ്മിറ്റിക്കാറും. ചില സ്ഥലങ്ങളിൽ പള്ളിയൊക്കെ പണിതുമ്പോൾ പുതിയ പള്ളിയാകുമ്പോൾ ഉസ്താദെ ഇനി പുതിയ സ്ഥലത്തേക്ക് ഒന്ന് പൊക്കോളി എന്ന് പറയും. ഇവിടെ പള്ളിക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായി. ഇതെന്തോ കിട്ടിയിരിക്കുന്നത്? പള്ളി വലുതാക്കുന്നോ? പള്ളി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ. പുതിയ മെമ്പർ കൊണ്ടുവച്ചപ്പോ എന്നെ വിളിച്ചു ഒരു ദിവസം പ്രസംഗത്തിന് വേണമെന്ന് പറഞ്ഞു. ഇത് ലക്കി മുനീർ അല്ലേ? മൊത്തത്തിൽ ഇത് ചെയ്യാറ് അൽഹംദുലില്ലാഹ് ഏകദേശം അദ്ദേഹം ഭാഗ്യവാനാണ്. അല്ലാഹു തആല നല്ല പ്രതിഫലം നല്ല സവാബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മിമ്പർ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ അടുത്ത സമയത്ത് നിങ്ങൾ എന്തിനാ വിളിച്ച? പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 31 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്ക് നല്ല കാര്യങ്ങളാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചു പോയവര് മദ്രസയുടെ മുന്നിലൂടെ പോയാൽ ഇത് ഞാൻ പഠിച്ച മദ്രസയാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ നാട്ടില് ഒക്കെ തുടങ്ങി. ഈ അടുത്ത കാലത്തൊക്കെ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ. അപ്പൊ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ കലാലയ മുറ്റമാണ് എന്ന നിലയിൽ നമ്മളെ തീയും പിന്നെ വെള്ളവും തണുപ്പും ചൂടും ഒക്കെ കാണിച്ചു തന്നത് ഈ മദ്രസയുടെ മുറ്റത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 31 നല്ലൊരു ദിവസമാണ്. അന്ന് ആ പരിപാടി വെച്ചത് തന്നെ നല്ലൊരു ദിവസമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറിപ്പറന്ന് പോകാതെ പിടിച്ചു നിർത്തിയിട്ട് ആ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുത്തതിൽ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, നല്ല ദിവസമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. അല്ലാഹു തആല നല്ല കൂലി ഇമാമിനും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ അവരെക്കാൾ ദുആ ചെയ്യേണ്ടത് നിങ്ങൾക്കാണ്. കാരണം അവരെന്ത് കാര്യം മുന്നോട്ട് വെച്ചാലും നിങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട് ഈ സംരംഭത്തിന് കൂടെ നിൽക്കുകയാണ്. അല്ലാഹു നല്ല കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് പിണങ്ങി കഴിയരുത്, ഒരാളോടും പിണക്കം വേണ്ട. ഇന്നത്തെ രാത്രി നിർണായകമാണ്, നിർണിതമാണ്. പിണക്കം മാറ്റിവെക്കുക, ഒരാളോടും നമുക്ക് പിണക്കം വേണ്ട. ആ പിണക്കമില്ലാത്ത നല്ല ഒരു ഭാവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് രണ്ട് ആഘോഷങ്ങൾ നമുക്ക് അല്ലാഹു തന്നതാണ്. ചിന്തിക്കണേ, രണ്ട് ആഘോഷങ്ങൾ നമുക്ക് അല്ലാഹു തന്നു. ഒന്ന് പെരുന്നാളാണ്, രണ്ട് ബലിപെരുന്നാൾ, ചെറിയ പെരുന്നാൾ എന്ന രണ്ട് പെരുന്നാളുകളാണ് നമുക്കുള്ള ആഘോഷം. നമുക്ക് പകലാണ് ആഘോഷത്തിന് അല്ലാഹു അവസരം തന്നത്. എന്നാൽ മലായിക്കത്തുകൾക്ക് രണ്ട് ആഘോഷമുണ്ട്. ഈദുൽ മലായിക, മലായിക്കത്തുകൾക്ക് ആഘോഷമുണ്ട്. ഈ മലായിക്കത്തുകളുടെ ആഘോഷം എന്താണെന്നറിയോ? അവർക്ക് രാത്രിയാണ്. കാരണം ലായനാമൂൻ, അവർക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് മലായിക്കത്തുകൾക്ക് പകലും രാത്രിയുമില്ല. ആ രാത്രിയാണ് അവരുടെ ആഘോഷം. ആ രാത്രി രണ്ട് ആഘോഷങ്ങളാണ്. ഒന്ന് ലൈലത്തുൽ ഖദർ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമുള്ള ലൈലത്തുൽ ഖദർ. രണ്ടാമത്തേത് ലൈലത്തുൽ ബറാഅ, ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയാണ്. നമുക്ക് രണ്ടാഘോഷം, പകല് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അന്ന് മലക്കുകൾ എവിടെ ആയിരിക്കും? നമ്മളെ കൂടെ. ഹദീസ് ഉണ്ടല്ലോ, അന്ന് മലക്കുകൾ മൊത്തം നമ്മളെ കൂടെയാണ്. ഈ നമ്മുടെ രണ്ട് ആഘോഷങ്ങളിലും മലക്കുകൾ മുഴുവനും നമ്മളെ കൂടെ നിൽക്കുമ്പോ, മലക്കുകളുടെ രണ്ട് ആഘോഷ സമയങ്ങളാണ് ബറാഅത്തും ലൈലത്തുൽ ഖദർ. അന്ന് നമ്മൾ കിടന്നുറങ്ങിയാൽ ന്യായമായും അവർക്ക് നമ്മുടെ ദേഷ്യം വരുമോ ഇല്ലേ? മലക്കുകളുടെ ദേഷ്യം ചില്ലറയല്ല. ബാത്റൂമിൽ കയറുമ്പോൾ സംസാരിക്കരുത് എഴുതി വെച്ചിരിക്കുന്നു. എന്താ? സംസാരിച്ചാൽ എന്തെങ്കിലും കമ്മിറ്റിക്കാർക്ക് നഷ്ടമുണ്ടോ? ഇമാമിന് പ്രശ്നമുണ്ടോ? അതിനകത്ത് പാർലമെന്റ് യോഗം നടക്കുന്നില്ലല്ലോ ബാത്റൂമിനകത്ത്. അപ്പൊ ബാത്റൂമിൽ കയറുമ്പോൾ സംസാരിക്കാൻ പാടില്ല, വാഷ്റൂമിൽ ടോയ്ലറ്റിൽ കയറുമ്പോൾ സംസാരിക്കരുതെന്ന കാരണം എന്തുകൊണ്ടാണ്? ഈ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ശൈത്താന്റെ വീടാണത്. അതുകൊണ്ടാണ് കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി. കപ്പിൾസ് ആണ്, ആണും പെണ്ണും ഉണ്ട്, അവര് ദമ്പതിമാരാ. ഖുബസ് ഖബായിസ് എന്ന രണ്ട് പിശാചിൽ നിന്ന് എന്നെ കാക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുന്നത്. പിന്നെ മിണ്ടരുത്. കാരണം റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ റഖീബ് അതീദ് എന്ന് പറയുന്ന നമ്മുടെ രണ്ട് മലക്കുകൾ അവിടേക്ക് മാറി നിൽക്കും, ബാത്റൂമിലോട്ട് കയറൂല. ഇവര് തമ്മിൽ ആഭ്യന്തര ശത്രുക്കളാണ്, മലക്കുകളും ശൈത്താനും. അപ്പൊ മലക്കുകൾ അകത്തോട്ട് കയറാതെ ശൈത്താന്റെ വീട്ടിലേക്ക് നമ്മൾ കയറിയിട്ട് നമ്മൾ അതിനകത്ത് കയറി ഇരുന്ന് സംസാരിച്ചാൽ ഇവർക്ക് അതിനകത്ത് കയറൽ നിർബന്ധമായി. കാരണം മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദിന്റെ സാന്നിധ്യത്തിലല്ലാതെ നമ്മൾ ഒന്നും മിണ്ടൂല എന്ന ഖുർആന്റെ സംബോധനയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവർക്ക് അവരുടെ അനുവദനീയമല്ലാത്ത, അവർ വെറുക്കുന്ന സ്ഥലത്ത് നമ്മൾ അവരെ പിടിച്ചു കയറ്റി അതിന്റെ പേരിൽ അവർ ശപിക്കും. അതുകൊണ്ട് അതിനകത്ത് കയറി സംസാരിക്കാൻ പാടില്ല.